കോഴിക്കോട് മുതലക്കുളം ഭദ്രകാളി ക്ഷേത്രത്തിൽ മോഷണം. മഹാരാഷ്ട്ര സ്വദേശി നസീം ഖാനെ പോലീസ് പിടികൂടി. കൺസിക്യൂട്ടീവ് വിഷ്വൽസ് എടുത്ത സമയത്ത് ഒരു കടയിൽ കയറി എന്തോ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഫുഡ് ഐറ്റംസ്, വെള്ളമോ ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കടക്കാരന് വ്യക്തമായിട്ട് റെക്കലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് ചോദിച്ചതെന്ന്. പുള്ളി മലയാളിയാണോ എന്ന് ചോദിച്ചപ്പോൾ മലയാളത്തിലാണ് സംസാരിച്ചതെന്ന് തോന്നിയെന്ന് പറഞ്ഞു. ജസ്റ്റ് എന്തോ വാക്ക് ചോദിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഈ CCTV ദൃശ്യം അദ്ദേഹത്തെ കാണിക്കുകയും ആ കടകളിൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി പെക്യുലാരിറ്റീസ്, ബാക്കി നടക്കുന്ന രീതി ഒക്കെ നമുക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു 12 മണിക്ക് ശേഷം ജൂബിലി ഹാളിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ആക്സിഡൻ്റലി വന്ന് പെട്ടതാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു മോഡസ്, ഒരു ഒക്കറൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാഷ് അദ്ദേഹം ഒരു അക്കൗണ്ടിലേക്ക് അയക്കുന്നു. ചോദിച്ചപ്പോൾ അത് വൈഫിൻ്റെ അക്കൗണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നീട് ഹമാര അക്കൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, മേര അക്കൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഫ്രീസ് ചെയ്യാനായിട്ട് മെയിൽ ചെയ്യുന്നുണ്ട്, ബാങ്കിന് മെയിൽ ചെയ്യുന്നുണ്ട്, ഇൻറ്റിമേഷൻ പോകുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട്. അഭിജിത്ത്, പോലീസ് ഈ പ്രതി പിടിയിലായതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്? അഭിജിത്ത്, ഉന്മേഷ്, നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ഈ പിടിയിലായ നസീം ഖാൻ. അതിൽ തന്നെ പോലീസ് പറയുന്നതനുസരിച്ച് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഭണ്ഡാരങ്ങൾ കവരുകയാണ് ഇയാളുടെ പ്രധാനപ്പെട്ട രീതി. ഈ കസബ പോലീസ് ഇയാൾക്ക് പുറകെ ഒരു അന്വേഷണം തുടങ്ങുന്നത് മുതലക്കുളത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ മോഷണം നടന്നതിന് പിന്നാലെയാണ്. പോലീസിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിലെ ഭണ്ഡാരം ഇയാൾ ഇളക്കി മാറ്റി. പിന്നീട് അതിൽ പണമൊന്നുമില്ല എന്ന് കണ്ടതോടെ ഇയാൾ ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു. തുടർന്ന് അതിന് പിന്നാലെ 2 ഇടങ്ങളിൽ കൂടി ഇയാൾ മോഷണം നടത്തി. പുതിയറ കാളൂർ ദേവി ക്ഷേത്രം, ഒപ്പം തന്നെ വേട്ടക്കൊരുമകൻ ക്ഷേത്രം, ഇങ്ങനെ 2 ക്ഷേത്രങ്ങളിൽ കൂടി ഇയാൾ മോഷണം നടത്തി. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ നസീം ഖാനിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ കാണാം. അയാൾക്ക് ചില പ്രത്യേകതകളൊക്കെയുണ്ട്. ദേഹത്ത് ഒരു തുണിയൊക്കെ പുതച്ച് അങ്ങനെയാണ് ഇയാൾ ക്ഷേത്രങ്ങളിലേക്ക് എത്താറുള്ളതും. അവിടെ നിന്ന് ഈ ഭണ്ഡാരം അടർത്തി മാറ്റി, അവിടെ നിന്ന് ഭണ്ഡാരം പൊളിച്ചു മാറ്റി അതിൽ നിന്ന് പണവുമായി ഇയാൾ രക്ഷപ്പെടുകയും ചെയ്യാറുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഇന്നലെ രാത്രി 12 മണിയോടുകൂടി കോഴിക്കോട് ജൂബിലി ഹാളിൻ്റെ സമീപത്ത് വെച്ചാണ് കസബ പോലീസ് ഇയാളെ പിടികൂടുന്നത്. നിലവിൽ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാനുള്ള നടപടികളൊക്കെ പോലീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇയാളെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഉന്മേഷ്.